കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്സവ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി മാതൃസമിതി ക്ഷേത്ര കമ്മിറ്റി ഷിനു, രാഹുൽ, അഖിൽ കൃഷ്ണൻ, ശരത്ത്, അർജുൻ കൃഷ്ണൻ, ഹരികൃഷ്ണൻ, ശ്രീരാജ്, തുളസീധരൻ പിള്ള, രാജൻ പുളിമൂട്, വാസുദേവൻ മേശ്ശേരി, രജനി, പ്രഭ, നമ്മളിപ്പോ എടുത്ത 11 പേരും അവരവരുടെ ഇഷ്ടത്തിന് ചേർന്നതാണ് കമ്മിറ്റിയിൽ. ഇതിനകത്ത് ആരുമില്ല. കളമെഴുത്തും പാട്ടും വരവ് 23,000, പരസ്യം വരവ് നോട്ടീസില് 39,000, രസീത് വരവ് 1,97,602 രൂപ, പൂജാ സാധനങ്ങളുടെ വരവ് 8,900, അങ്ങനെ 3,55,002 രൂപ വരവുണ്ട്. ചെലവ് നോട്ടീസ് രസീത് 33,300, അനൗൺസ്മെന്റ് വാഹനം 5,150, ക്ഷേത്രത്തിനകത്ത് പൂജാദ്രവ്യം 13,332, സ്റ്റേജ് പന്തൽ കസേര ടാർപ്പ 27,150, ജീവിതമേളം 42,000, കളമെഴുത്തും പാട്ടും 15,000, ദക്ഷിണ തിരുമേനി കഴകം 51,750, മേളം 12,000, അതായത് പഞ്ചാവതിനകത്ത്, എഴുന്നള്ളത്ത് ഘോഷയാത്ര 9,200, പൂജാ സാധനങ്ങൾ 35,100, പല വക. അതാണ് ഇപ്പോഴത്തെ നിലവാരം. അതാണ് വരവ് ചെലവ് കണക്കെന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പം ഇതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇത്ര മേശരി ഇത്ര മറ്റാളെല്ലാം എഴുതി അതെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ കണക്കിൽ തന്നെ ഉണ്ട്. ഇതിൽ തന്നെ ചോദിച്ചെന്നുള്ളത് ഈ ഷീറ്റിൽ തന്നെ ഇൻഡിവിജ്വലായിട്ട് അറിയാമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഡേറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്ര പണിക്കാരുണ്ടായിരുന്നു, മേശിരിമാരുണ്ടായിരുന്നു, എത്ര മൈക്കാടുണ്ടായിരുന്നു എന്നെല്ലാം നമ്മൾ ഡേറ്റ് ഇട്ട് എഴുതി തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് ആർക്കും ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എത്ര മേശരിയായി, എത്ര എത്ര മൈക്കാടായി എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസത്തെയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലല്ല, ടോട്ടൽ എമൗണ്ട് അല്ല, ഓരോ ദിവസത്തെയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വരവ് ചെലവ് കണക്ക്. പിന്നെ നമ്മുടെ നമ്മൾ ചാർജ് അടിച്ചതിന് ശേഷം ഒരു ഉത്സവവും പിന്നെ നമ്മുടെ നവരാത്രി നടത്തി. ഉത്സവത്തിന് നമ്മൾ കുറച്ച് അപാകത പറ്റി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു കമ്മിറ്റി എടുത്തിട്ടായിരുന്നു അത് നടത്തി. പെയിൻറ്റിങ് കൂലി 15 ദിവസമായി അടിച്ചിട്ട് 15 പണിക്കാർ. അപ്പോൾ അത് തന്നെ 15,000 രൂപ. ബാക്കി 14,352 രൂപയുടെ പെയിൻറ്റും മേടിച്ചു. അപ്പോൾ അത് 29,352 രൂപ നമുക്ക് ഇതുവരെ ആയിട്ടും പെയിൻറ്റ് ചെയ്തതിന് ആയിട്ടുണ്ട്. ഇനി ഒരു ദിവസത്തെ പണികളുണ്ടാവും, അതിന് 1,000 രൂപ. ഇപ്പോൾ ഇത് നമ്മൾ ഈ ചുറ്റമ്പല നിർമ്മാണത്തിന് ടോട്ടൽ 497 രൂപയാണ്. അതിപ്പോൾ ഒരു 5,000 കിലോമീറ്റർ എന്തായാലും നമുക്കാവും ഈ വാക്കിൽ. അപ്പോൾ 8 ലക്ഷം രൂപ മൊത്തത്തിൽ കണക്ക് കൂട്ടാം. ഇപ്പോൾ ചുറ്റമ്പല നിർമ്മാണത്തിന് നമുക്കൊരു 8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊരു സംഭാവനയായിട്ട് നമുക്കൊരു സംഭാവനയായിട്ട് ഈ ചുറ്റമ്പല നിർമ്മാണ സംഭാവനയായിട്ട് നമുക്ക് 1,81,050 രൂപ നമുക്ക് ചുറ്റമ്പല നിർമ്മാണ സംഭാവനയായിട്ടാണ് അപ്പോൾ കിട്ടിയേക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് വലിയ സമ്മർദ്ദമൊന്നും കരുതിയിട്ടല്ല, എല്ലാവരും ഇങ്ങോട്ട് കൊണ്ട് തന്നെങ്കിലാണ്. വെട്ടൊഴി ഭാഗത്ത് തന്നെ മാത്രമേ നമ്മളൊരു 2 ദിവസം പോയുള്ളൂ. അത് പോയെങ്കിൽ നമ്മളതൊരു പിന്നെ ഒരു ചുറ്റമ്പല നിർമ്മാണത്തിനുള്ള സംഭാവന പിരിക്കലെന്നുള്ളതല്ല. നമസ്കാരം സാക്ഷിയുടെ പ്രേക്ഷകരെ. കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരഞ്ഞെടുപ്പാണ് നടന്നത്. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എതിരില്ലാതെ പഴയ കമ്മിറ്റിയെ തന്നെ തിരഞ്ഞെടുത്തു. ഉത്സവ കമ്മിറ്റി തീരുമാനമായി. ഉത്സവ കമ്മിറ്റിയും മാതൃസമിതി കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേത്രം സെക്രട്ടറി വിജയൻ പിള്ള നെട്ടേത്ര, പ്രസിഡന്റ് ഷീജ വിജയൻ കുരിയോട്, വൈസ് പ്രസിഡന്റ് തുളസീധരൻ പിള്ള കൈതക്കുറ്റി,
ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ആരോമൽ സനൽ, പ്രസിഡന്റ് രമേശൻ പിള്ള, മാതൃസമിതി സെക്രട്ടറി വിജയലക്ഷ്മി രമേശൻ, പ്രസിഡന്റ് പ്രസന്ന അമ്മ, ട്രഷറർ ബിന്ദു അനോയി, ക്ഷേത്രത്തിൻ്റെ മീഡിയ കോർഡിനേറ്റർ വിജയൻപിള്ള കുരിയോട്. സാക്ഷി TV ക്ക് വേണ്ടി വിജയൻപിള്ള കുരിയോട്.